ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ ഡോക്ടർ മുസമ്മിൽ ഷക്കീറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. നേരത്തെയും പ്രതികൾ ചെങ്കോട്ടയിൽ എത്തിയിരുന്നെന്നും മറ്റിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നെന്നുമുള്ള നിർണായക വിവരങ്ങളാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീറിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയെന്ന് കരുതുന്ന ഡോക്ടർ ഉമറും താനും നേരത്തെ ചെങ്കോട്ടയിൽ എത്തിയിരുന്നുവെന്നും ഡോക്ടർ മുസമ്മിൽ മൊഴി നൽകി. നിർണായകമായ തെളിവുകൾ മുസമ്മിലിൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ചെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ജനുവരി 26-ന് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി മുസമ്മിൽ മൊഴി നൽകി. അതിനാണ് ചെങ്കോട്ടയിൽ എത്തിയിരുന്നതെന്നും മുസമ്മിൽ പറഞ്ഞതായി അന്വേഷണ സംഘം പറഞ്ഞു. കഴിഞ്ഞ ദീപാവലിക്കും സ്ഫോടനം നടത്താൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ സ്ഫോടനം നടത്താനുള്ള നീക്കം പരാജയപ്പെട്ടുവെന്നും മുസമ്മിൽ മൊഴി നൽകിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. ഭീകരർക്ക് 3200 കിലോ സ്ഫോടക വസ്തുക്കൾ ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 300 കിലോ സ്ഫോടക വസ്തുക്കൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭീകര സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ. ഭീകരരുമായി ബന്ധമുള്ള മറ്റിടങ്ങളിലും പരിശോധന നടത്തുകയാണ്. ഇതുവരെ കണ്ടെത്തിയത് 2900 കിലോ സ്ഫോടക വസ്തുക്കളാണ്. സഹാരൻപൂരിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ആദിൽ, ഇയാളുടെ കൂട്ടാളികളായ ഡോക്ടർ ഉമർ, ഡോക്ടർ മുസമ്മിൽ എന്നിവർക്ക് ലഭിച്ചത് 3200 കിലോ സ്ഫോടക വസ്തുക്കളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസും അന്വേഷണ ഏജൻസികളും നൽകുന്നത്. സ്ഫോടന കേസ് NIAക്ക് കൈമാറിയെങ്കിലും ഭീകരരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നത് ഹരിയാന പോലീസാണ്. ജമ്മു കാശ്മീർ പോലീസും അന്വേഷണത്തിൻ്റെ ഭാഗമായുണ്ട്. ഡൽഹി നഗരത്തിലെ സ്ഫോടനം ലക്ഷ്യമിട്ടാണ് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ഭീകരർ എത്തിച്ചതെന്നാണ് പോലീസിന് അന്വേഷണത്തിനെതിരെ ലഭിച്ച വിവരം. ആകെ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഇവരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പോസ്റ്ററിൽ നിന്നാണ് നിലവിലെ സംഭവവികാസങ്ങളുടെ തുടക്കം. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ നൗഗ്രാം മേഖലയിൽ ഒക്ടോബർ 19-നാണ് റോഡിനരികിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു ഇവ. ഉറുദുവിൽ എഴുതിയ പോസ്റ്റർ ഒട്ടിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഭീകര ശൃംഖലയിലേക്ക് എത്തിയത്. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ഷോപ്പിയാനിൽ നിന്ന് ഇർഫാൻ അഹമ്മദ് എന്നയാളെയും ശ്രീനഗറിലെ ഒരു പാരാമെഡിക്കൽ ജീവനക്കാരനെയുമാണ്. ഡോക്ടർമാരെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഇർഫാൻ അഹമ്മദാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം പോലീസ് കണ്ടെത്തി. ഇർഫാനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. നവംബർ 5-ന് UPയിലെ സഹരൻപൂരിൽ നിന്ന് ഡോക്ടർ ആദിൽ മുഹമ്മദ് റാത്തറിനെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. റാത്തറിനെ ശ്രീനഗറിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ഫരീദാബാദിലെ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ കുറിച്ചും ഡോക്ടർ ഷഹീൻ സെയ്ദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിൽ നിന്നാണ്. നവംബർ 8-ന് ജമ്മു കാശ്മീർ പോലീസ് ഫരീദാബാദിലെത്തി. ഹരിയാന പോലീസിൻ്റെ സഹായത്തോടെ അൽഫല സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ശ്രീനഗറിലേക്ക് കൊണ്ടുവന്നു. ആദിലിൻ്റെ അനന്തനാഗിലെ താമസ സ്ഥലത്തെ ലോക്കറിൽ നിന്ന് AK-47 തോക്ക് ലഭിച്ചു. തൊട്ടടുത്ത ദിവസം നവംബർ 9-ന് ഫരീദാബാദിൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീറിൻ്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി. ഇവിടെ നിന്നാണ് 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. കൂട്ടത്തിൽ AK-47 തോക്കും ടൈമറുകളും വാക്കി ടോക്കിയും ഉണ്ടായിരുന്നു. ഡോക്ടർ ഷഹീൻ സയ്യിദിൻ്റെ കാറിൽ നിന്നും തോക്ക് ലഭിച്ചിരുന്നു. ഷഹീൻ സയ്യിദിൻ്റെ കാർ ഡോക്ടർ ഷക്കീൽ ഉപയോഗിക്കാൻ വാങ്ങിയെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്നാൽ ഷഹീൻ സയ്യിദും സംഘത്തിൻ്റെ ഭാഗമാണെന്നും വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണെന്നും മുസമ്മിൽ ഷക്കീലിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കി. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചയാളെന്ന് കരുതുന്ന ഡോക്ടർ ഉമറിനെ കുറിച്ച് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിൽ നിന്നാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് നവംബർ 10-ന് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്.